ഹലോ, വെൽക്കം ടു പാറൂസ് ഡെയിലി ഡോസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ പറ്റി സംസാരിക്കാനും ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാനും വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആന്റിബയോട്ടിക്കിനെ പറ്റിയാണ്. ആന്റിബയോട്ടിക് എന്താണ്? ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. പല ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ട്. പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊടുക്കുന്ന മരുന്നിനെയാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം, ആന്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ബാക്ടീരിയ മുഖാന്തരം ഉണ്ടാവുന്ന അസുഖങ്ങളെ അത് നിരോധിക്കുന്നു, അത് തടയുന്നു. അതുപോലെ തന്നെ ആ ബാക്ടീരിയകളെ അത് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ പ്രവർത്തനം. ഈ ഓരോ ബാക്ടീരിയകളും വളരെ വ്യത്യാസം ഉണ്ടാവും. ഓരോ ബാക്ടീരിയ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പോൾ ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയക്കും അനുയോജ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്സുകളും ഈ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ആക്ഷൻസ് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ കോഴ്സ് ഡ്യൂറേഷനും വ്യത്യാസം ഉണ്ടാവും. ചിലത് 3 ദിവസം ഉണ്ടാവും, ചിലത് 5 ദിവസം ഉണ്ടാവും, ചിലത് 7 ദിവസം ഉണ്ടാവും, ചിലത് 14 ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഓരോ ബാക്ടീരിയയെയും അതിന്റെ ആന്റിബയോട്ടിക്കിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഈ ആന്റിബയോട്ടിക്കുകളും ഈ ബാക്ടീരിയകളും ഒരു ലോക്ക് ആൻഡ് കീ മോഡലാണ്. താഴും താക്കോലും ആ ഒരു മോഡലിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഈ ആന്റിബയോട്ടിക്കിന് ഒരു കീ ആയിട്ടും ബാക്ടീരിയനെ ഒരു ലോക്കായിട്ടുമാണ് കാണുന്നത്. അപ്പോൾ ഈ ആന്റിബയോട്ടിക് എന്ന ഈ മരുന്ന് ഈ ബാക്ടീരിയയുടെ ശരീരഘടനയിലുള്ള കറക്റ്റ് ഏരിയയിൽ പോയി അത് ലോക്ക് ചെയ്ത് ആ ബാക്ടീരിയനെ അത് നശിപ്പിച്ച് കളയുന്നു. ഇതാണ് ശരിക്കും ഒരു ആന്റിബയോട്ടിക്കിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നടക്കുന്നത്. അത് കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ലോക്ക് ആൻഡ് കീ മോഡൽ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ആക്ഷൻ. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ ആന്റിബയോട്ടിക് എന്താണെന്നും ആന്റിബയോട്ടിക് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും? ആന്റിബയോട്ടിക്കിന്റെ പ്രവർത്തനം ബാക്ടീരിയയുടെ ശരീരഘടനയെ ഡിപ്പെൻഡ് ചെയ്താണ് നടക്കുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്താണെന്നാണ്. ഓക്കെ, ഇനി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്താണെന്നല്ലേ? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പ്രതിരോധിക്കുന്നതല്ല ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, മറിച്ച് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടന്നു കയറിയ രോഗാണുക്കൾ വളരെയധികം ശക്തി ആർജിച്ചിട്ട് ആ മരുന്നിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ. ഒന്നാമത്തത്, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആന്റിബയോട്ടിക്കുകൾ കറക്റ്റ് ആയിട്ട് എടുക്കാത്തത്, അതായത് ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആക്കാത്തത്. രണ്ടാമത്തത്, ആവശ്യമില്ലാതെ എല്ലാ അസുഖങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നത്, ഓവർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്. മൂന്നാമത്തത്, കോൾഡ് ലൈക്ക് അതായത് വൈറസ് പോലുള്ള അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പോൾ. ഇങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാനായിട്ടുള്ള കാരണങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ആന്റിബയോട്ടിക്കുകൾ കറക്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിർത്തി പോകുമ്പോൾ 5 ദിവസം കൊടുക്കുന്ന ഒരു ആന്റിബയോട്ടിക് 3 ദിവസം എടുത്തിട്ട് നിർത്തി കളയുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു 100 ബാക്ടീരിയ കയറി എന്ന് വിചാരിക്കുക. 5 ദിവസം കൊണ്ടായിരിക്കും ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ബാക്ടീരിയകൾ ഡെഡ് ആവുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? 3 ദിവസം കഴിച്ച് നമ്മൾ നിർത്തി കളയുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ബാക്കിയുള്ള ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കയറിയിരിക്കുന്ന ആന്റിബയോട്ടിക്കിനെ ഈ മിച്ചം വന്ന ബാക്ടീരിയ നന്നായിട്ട് പഠിക്കും. അവർ ആ ബാക്ടീരിയ ആ ആന്റിബയോട്ടിക് മീഡിയത്തിൽ സർവൈവ് ചെയ്യാനായിട്ട് അതിന്റെ ശരീരഘടനയിൽ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ പ്രതിരോധിക്കാനും പഠിക്കും. ഈ ബാക്ടീരിയ ഈ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനും പഠിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മൾ സൂപ്പർ ബഗ്സ് അഥവാ സൂപ്പർ ബാക്ടീരിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബാക്ടീരിയകൾക്ക് വളരെ വലിയ ഹയർ എൻഡ് ആന്റിബയോട്ടിക്സ് ഒക്കെ അതിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു സാധാരണ രീതിയിലുള്ള ആന്റിബയോട്ടിക്കുകൾ കൊണ്ടൊന്നും അത് നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഇനി ഒരു അസുഖം വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന നോർമൽ ആന്റിബയോട്ടിക്സുകളൊന്നും ആ ആന്റിബയോട്ടിക്കുകൾ ആ ബാക്ടീരിയകൾക്ക് ഒന്നും ആകില്ല. അപ്പോൾ അവർ നമ്മൾക്ക് ഹയർ എൻഡ് ആന്റിബയോട്ടിക്സ് ഒക്കെ ചൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ മാറാനും പോകുന്നില്ല, നമ്മൾ രോഗാവസ്ഥയിൽ തന്നെ തുടരാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ എപ്പോഴും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കണം എന്ന് പറയുന്നത്, അത് കറക്റ്റ് ഡ്യൂറേഷനിലും കഴിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കള്ളനും പോലീസും. അത് ആലോചിച്ചാൽ മതി. കള്ളനും പോലീസ് എന്ന് പറയുമ്പോൾ ഇവിടെ കള്ളനായിട്ട് ബാക്ടീരിയയും പോലീസായിട്ട് ആന്റിബയോട്ടിക്കും. കള്ളനും പോലീസും എന്താണ്? കള്ളൻ ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചു എന്ന് വിചാരിക്കാം. ആ മോഷ്ടിച്ച സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് പോലീസ് പിടിച്ചു. പിന്നെയും ആ കള്ളൻ രണ്ടാമത് ആ സെയിം സ്ഥലത്ത് മോഷ്ടിക്കോ? ഇല്ല. അയാൾ എന്ത് ചെയ്യും? ആ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി വേറെ രീതിയിലൊക്കെ ഒന്ന് മോഷണമാക്കാൻ ശ്രമിക്കും. അയാൾ അങ്ങനെയല്ലേ ചെയ്യുക, എന്നാലേ പോലീസ് പിടിക്കാതിരിക്കുള്ളൂ. ഇതേ സെയിം കാര്യമാണ് ഈ ബാക്ടീരിയ കാണിക്കുന്നത്. അതായത് ഈ ആന്റിബയോട്ടിക് കയറുമ്പോൾ ഈ ആന്റിബയോട്ടിക് ഒരു പ്രാവശ്യം അവനെ പിടിച്ചു, ബാക്ടീരിയനെ പിടിച്ചു. ബാക്ടീരിയ അവിടെ അതിന്റെ മീഡിയത്തിൽ കിടന്നുകൊണ്ട് ബാക്ടീരിയ എന്ത് ചെയ്യും? ഈ ആന്റിബയോട്ടിക്കിനെ പഠിച്ചിട്ട് അത് അതിന്റെ സ്ട്രക്ചറിൽ ഒരു ചേഞ്ചസ് വരുത്തും. ആ ചേഞ്ചസ് വരുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കയറി വരുന്ന ഈ ആന്റിബയോട്ടിക്കിന് ഈ ബാക്ടീരിയനെ പിടിക്കാൻ പറ്റില്ല. കാരണം അതൊരു കീ ആയിരുന്നു, ആദ്യം ഉണ്ടാക്കിയ കീ ആണ്. അപ്പോൾ അതിന്റെ ആ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ ആ കീക്ക് പോയി ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അതിന്റെ സ്ട്രക്ചർ ചേഞ്ച് ആയില്ലേ. അങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്, അതായത് സ്ട്രോങ് ആകുന്നത് ആ ബാക്ടീരിയ. അങ്ങനെ വരുമ്പോൾ ആ ബാക്ടീരിയ ഈ കയറി വരുന്ന ഈ ആന്റിബയോട്ടിക്കിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ രോഗത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു നോർമൽ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഹയർ എൻഡിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചിലവുകൾ കൂടും, നമ്മുടെ രോഗം ഹെൽത്ത് വൈസ് ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എല്ലാം വളരെ
അബ്നോർമൽ ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന കാരണങ്ങൾ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആരും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൻറ്റിബയോട്ടിക് ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ പോകരുത്. 7 ദിവസമാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതെങ്കിൽ 7 ദിവസവും മസ്റ്റായിട്ട് യു ഷുഡ് ഹാവ് ടു കംപ്ലീറ്റ് ദാറ്റ് കോഴ്സ്. അതർവൈസ് നിങ്ങൾക്ക് ഇതുപോലുള്ള വലിയ വലിയ പാർശ്വഫലങ്ങളുണ്ടാകും ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കോഴ്സസ് എപ്പോഴും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ചെറിയ അസുഖങ്ങളായിട്ടുള്ള കോൾഡ് അതിനൊന്നും നിങ്ങൾ ആൻറ്റിബയോട്ടിക് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും കുറയ്ക്കണം. എന്നാലേ നമുക്ക് ഒരു ചെറിയ അസുഖമായാലും നമുക്ക് ആൻറ്റിബയോട്ടിക് തരുമ്പോൾ അത് നമ്മുടെ ശരീരം അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ബാക്ടീരിയ അതനുസരിച്ചിട്ട് നശിച്ചു പോവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് വളരെ വലിയ വിപത്തായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് എല്ലാവരും കറക്റ്റ് ഡോസ് ഓഫ് ഡ്യൂറേഷൻ ഒക്കെ അനുസരിച്ചിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുക. ഡോക്ടേഴ്സ് പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുറേ കാര്യങ്ങൾ. ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കുക. അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ചെറിയ കോൾഡോ അങ്ങനെയുള്ള അസുഖങ്ങൾ, വൈറൽ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുവാണെങ്കിൽ ഒരിക്കലും ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് തടയാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും കുറച്ചൊക്കെ അവയർനെസ് ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ടൊക്കെ ഞാൻ വരും. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, കമൻസ് ഒക്കെ ഇടണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫാർമസി റിലേറ്റഡ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബൈ ബൈ.